സ്പീഡ് കൂടുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ റോഡിൽ ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ആ ഗിയർ ഇടാൻ കഴിയുമോ, അടുത്ത ഗിയറിൽ പോകാനുള്ള സാഹചര്യമാണ് ഫ്രണ്ടിൽ നോക്കണം. ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. കണ്ടോ, സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഒരു ഹമ്പ് ചാടുമ്പോൾ ഏത് ഗിയറിലായിരിക്കണം, സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ വേണം ഇടാൻ. എന്നിട്ട് നമ്മുടെ ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് ചെയ്യണം, എടുത്ത് റോഡ് എടുത്ത് നിങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, വാഹനം നേരെയായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിങ്ങൾ മുഴുവനും എടുക്കാം. വീട് കൂട്ടുക, ആശ്രയം മാറ്റുക, ക്ലച്ച് കെട്ടുക, കേട്ടാ ഫോർത്ത് ഗിയർ കേട്ടോ. നിങ്ങൾക്ക് എന്തോരം സംശയം കമന്റായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് നാണോ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ മനസ്സിൽ ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും എന്നെ കളിയാക്കുന്നു, നിങ്ങൾക്ക് അതൊന്നും വേണ്ട. എന്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തൊരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഞാനത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക ചെയ്യരുത്. കാരണം ഈ ഒരു ഇതിനകത്തൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോരുത്തർ ചെല്ലുമ്പോഴും കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെ ഗിയർ മാറും എന്നുള്ള കാര്യം ഞാൻ അതിൽ ഓടിച്ച് തന്നെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായി മനസ്സിലാകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ വെച്ചെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് തെറ്റാതെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇടണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത് ഓടിച്ചു തന്നെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് മാറ്റി, മിററിൽ നോക്കി നമ്മൾ വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളൊരു വണ്ടി കിടക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബാക്ക് സൈഡ് നോക്കി വേണം വാഹനം എടുക്കാൻ. ബ്രേക്ക് ചെയ്ത് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. ഇത് കണ്ടില്ലേ, ഇപ്പം ഞാനിപ്പോ എന്റെ ഈ ഒരു സൈഡ്, ഞാനൊരു ബിഗിനർ ഓടിക്കുന്നവർ തന്നെ ഞാൻ ഓടിച്ച് കാണിക്കുകയാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമുക്ക് ഗിയർ ഇടണം എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിയർ ഇടാൻ കഴിയാതെ വരുന്നതും, അഥവാ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗിയർ വീഴാത്തതും, അഥവാ ഗിയറിലേക്ക് നിങ്ങൾ പിടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടാത്തതും, കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ ഇല്ലാതെ പോകുന്നതന്നെ കാരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റോഡിന്റെ സൈഡ് തന്നിരിക്കുന്ന സൈഡിൽ ഓടിക്കാനാണ്, ലെഫ്റ്റ് സൈഡിൽ ഓടിക്കാനാണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും വണ്ടി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തും. നിങ്ങൾ സ്റ്റിയറിംഗിൽ ഒരു കാരണവശാലും നിങ്ങൾ ബലം കൊടുക്കരുത്. ബലം കൊടുക്കാതിരുന്നു കൊണ്ട് ഇതുണ്ടല്ലേ, ബലം നമുക്കിത് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ബലം കൊടുത്ത് പിടിച്ചോണ്ടിരിക്കാനുള്ളതല്ല. നമുക്കപ്പോ തിരിക്കേണ്ട സമയങ്ങളിൽ കൈക്ക് ബലം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബലത്തിൽ പിടിച്ചോണ്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിയത്തുമില്ല, നമുക്ക് ഗിയർ ഇടാൻ നമുക്ക് കഴിയത്തുമില്ല. അപ്പം ഗിയർ നമ്മൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ക്ലച്ച് നല്ല പോലെ തട്ടിച്ചു കൊടുക്കുക. ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണോ, കൃത്യമായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ആണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക, ക്ലച്ച് ചവിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് ഗിയർ ആണോ ഇടുന്നത് ആ ഗിയർ. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഇടേണ്ടത്, കാരണം ഞാൻ സെക്കൻഡ് ഇട്ടു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു. ആ സമയത്തൊന്നും എന്റെ വണ്ടി എന്ത് ചെയ്യുന്നില്ല, ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ അധികം പോയില്ല. വാഹനങ്ങൾ ഇപ്പൊ ഓവർടേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാത്തതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി പോയത്. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഗിയർ ഇടണം. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കിടക്കുന്ന ഗിയർ ഏതാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരും ഓരോരോ ഗിയറിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന ഗിയർ ഏതാണ്, അടുത്ത ഗിയർ ഇനി ഏതാണ് ഇടാനുള്ളത്, ആ അടുത്ത ഗിയർ കിടക്കുന്നിടത്ത് നീ എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം സെക്കൻഡ് കിടക്കുന്നു. അപ്പൊ തേർഡ് എന്ന് പറഞ്ഞാൽ എവിടെയാ, ഇവിടെ നമ്മൾ ആദ്യം ന്യൂട്രൽ വരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിലോട്ട് ഇടുന്നു. അതാണ് നമ്മുടെ തേർഡ് ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് കൃത്യമാണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ അടുത്ത ഗിയർ ആണ് ഇടാൻ പോകുന്നത്. അടുത്ത ഗിയർ ഇടുമ്പോൾ നമുക്ക് വാഹനത്തിന്റെ സ്പീഡും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഗിയർ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പീഡ് കൂടണം. അപ്പൊ സ്പീഡ് കൂടുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ റോഡിൽ ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ആ ഗിയർ ഇടാൻ കഴിയുമോ, അടുത്ത ഗിയറിൽ പോകാനുള്ള സാഹചര്യമാണ് ഫ്രണ്ടിൽ നോക്കണം. ഇപ്പം എന്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഗിയർ ഇട്ടാൽ എനിക്ക് വണ്ടി തെറിച്ചു പോകും. ഇപ്പൊ സെക്കൻഡിലായതുകൊണ്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു, സ്വല്പം സ്പീഡോടാണ് ഞാൻ ബ്രേക്ക് സ്ലോ ചെയ്തു. ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. കണ്ടോ, സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഒരു ഹമ്പ് ചാടുമ്പോൾ ഏത് ഗിയറിലായിരിക്കണം, സെക്കൻഡ് ഗിയറിലായിരിക്കണം. കാരണം നമുക്ക് നടക്കുന്ന ഒരു സ്പീഡ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഗിയർ ഇപ്പൊ തന്നില്ലേ, ഫ്രണ്ട് വീൽ ഇറങ്ങി ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. കണ്ടോ, നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇറങ്ങാം. അതേപോലെ തന്നെ നമ്മൾ ഒരു ഹമ്പുകളോ കുഴികളോ കട്ടറുകളോ എല്ലാം ഉള്ള സമയത്തെല്ലാം നമുക്ക് സെക്കൻഡിലാക്കാം. അപ്പൊ വരുന്ന ഗിയർ തന്നെ എന്ത് ചെയ്യും, പലരും എടുത്തോണ്ട് അങ്ങ് പോകും. ചാടി പോകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാ, സ്പീഡിൽ പോകുന്നതിന്റെ കാരണം നമ്മൾ ആ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ഡൗൺ ചെയ്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോകാനുള്ള കാരണം. സെക്കൻഡിലാവുമ്പോൾ
നമുക്ക് ജീവൻ ഉണ്ടെങ്കിലും കൊണ്ടുപോകാം. അതായത് ഒരു ചെറിയൊരു ജീവനുള്ള വണ്ടി, ചെറിയൊരു സ്പീഡേ ഉള്ളൂ, എങ്കിൽ പോലും നമുക്ക് സെക്കൻഡിൽ എന്ത് ചെയ്യണം, കൊണ്ടുപോകും. അപ്പൊ ഹമ്പിലൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലത്തെ വീട്ടിൽ ഇറങ്ങണം, ബാക്കിലെ വീട്ടിൽ ഇറങ്ങണം. അപ്പം ആ വണ്ടിക്കകത്തിരിക്കുന്ന കുലുങ്ങാതെ നമുക്ക് പോകണം നടക്കുന്ന സെക്കൻഡിലാകുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആക്കാതെ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി കുലുങ്ങാതെ തന്നെ എടുക്കാൻ സാധിക്കും. അല്ല നമുക്കവിടെ ഫസ്റ്റ് തന്നെ കൊണ്ടിടണമെന്നില്ല. ഇപ്പൊ ഞാൻ എന്നെ ഉദാഹരണം സെക്കൻഡിൽ തന്നെ പോന്നു. അപ്പം എന്റെ ഫ്രണ്ടിൽ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ്, എനിക്ക് വേണമെങ്കിൽ തേർഡോ ഫിഫ്തിലോ വേണമെങ്കിൽ ഇവിടെ പോവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതേപോലെ തന്നെ, ഞാനിപ്പോ ഈ ഓടിക്കുന്നത് തന്നെ അങ്ങ് ഓടിക്കുക. നമുക്ക് ഫ്രണ്ടിൽ തടസ്സങ്ങളില്ല, അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരു ഗിയർ ഇടാൻ പറ്റും. അങ്ങനെ ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തു, നിങ്ങൾ അടുത്ത ഗിയറാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ സ്പീഡ് കൂട്ടണം, സ്പീഡ് കൂട്ടി ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി കണ്ട് സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ തേർഡ് ഗിയർ ആണെന്ന് മനസ്സിലാക്കി തേർഡ് ഗിയർ ഇട്ടു. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ ആൾക്കാർ പോകുന്നുണ്ട്, റൈറ്റ് സൈഡിലൂടെ വണ്ടിയും വരുന്നുണ്ട്. കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാതെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇതുപോലെ ഗിയർ ഇടാൻ കഴിയും. എനിക്കങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്നുണ്ട്, പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ട് നിർത്തിക്കാം. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ലയിൽ തന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് മുന്നിൽ ഉദാഹരണത്തിന് നമ്മുടെ തേർഡ് ഗിയറിലാണ്, നമുക്ക് ലെഫ്റ്റോട്ടാ പോകേണ്ടത്. എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ആക്കണം. ബ്രേക്ക് സ്ലോ ചെയ്ത് ക്ലച്ചോട് ചവിട്ടി സെക്കൻഡ് ആക്കുന്നു. അപ്പോഴും സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ വേണം ഇടാൻ. എന്നിട്ട് നമ്മുടെ ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ച് എന്ത് ചെയ്യണം, എടുത്തിട്ട് ഓടരുത്. നിങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, വാഹനം നേരെയായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവും, ക്ലച്ചിൽ നിങ്ങൾ മുഴുവനും എടുക്കാവും. ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതുപോലെ തന്നെ ഗിയർ ഇടുക. എന്നിട്ട് നമുക്ക് ഇപ്പൊ സെക്കൻഡിലാണ്, സെക്കൻഡിൽ നമുക്ക് അടുത്ത ഗിയർ കൊടുക്കണം. എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്സിലറേറ്റർ സ്പീഡ് കൊടുത്തു, സ്റ്റിയറിംഗിന് ബലം കൊടുക്കാതെ ക്ലച്ച് നല്ലപോലെ ചവിട്ടുന്നു, തേർഡ് ഗിയർ ഇടുന്നു. കണ്ടില്ലേ? അടുത്ത ഗിയർ ഇടണം, നമുക്ക് സ്പീഡ് വീണ്ടും കൂട്ടണം. കാരണം നമ്മൾ അടുത്ത ഗിയറിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടി വേണം ഇടാൻ. ആ സ്പീഡ് കൂട്ടുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യരുത്, ബലം കൊടുക്കാതെ സ്പീഡ് കൂട്ടുക, ആക്സിലറേറ്റർ നിന്ന് മാറ്റുക, ക്ലച്ച് ചവിട്ടുക, കേട്ടാ, ഫോർത്ത് ഗിയർ ഇട്ടാ. ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഡൗൺ ചെയ്യണം. എന്ത് ചെയ്യണം, നമ്മള് ആ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടി നമുക്ക് ഡൗൺ ആക്കാം. അതല്ല സ്പീഡ് തന്നെ പോകുന്നത്, നമുക്ക് സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് സ്ലോ ചെയ്ത് ക്ലച്ചോടെ ചവിട്ടി ഗിയർ ചവിട്ടാണ്. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ആക്കണം. കണ്ട, ബ്രേക്ക് സ്ലോ ചെയ്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി. കണ്ട, പതിയെ, കണ്ട, അധികം ആടാതെ ഒലയാതെ നമുക്ക് കൃത്യമായിട്ട്, കണ്ട, ചെറിയൊരു കുഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ട, കൃത്യമായിട്ട് ഇതേപോലെ വണ്ടി അനങ്ങാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എടുക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗിന്റെ ബാലൻസ് ചെയ്ത് അത് ഗിയർ ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതും മനസ്സിലായെന്ന് വിചാരിക്കാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തോരം സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് നാണോ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ പലരും കളിയാക്കും ചിലപ്പം ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും എന്നെ കളിയാക്കും. നിങ്ങൾക്ക് അതൊന്നും വേണ്ട. എന്റെ ചാനലിൽ വന്നിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.